6. And we begin Unit 2, current electricity. And this is C12 P1 class Ohm's law. We start with the Ohm's law from current electricity. Unit 2, class 12 physics for HSC, CBSE and ISC students. അപ്പോൾ നമ്മൾ യൂണിറ്റ് 2 ആരംഭിക്കുകയാണ്. യൂണിറ്റ് 2 കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയും. ഇവിടെ ഓംസ് ലോ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ക്ലാസ് 12 P1 lecture for CBSE, HSC and ISC students. Here are there some important points, and these are very important for examination. The first one is current carriers. What are the current carriers? We say about current carriers. What are current carriers? The charged particles are responsible for the flow of electric current and are called current carriers. The charged particles are responsible for current flow, for the flow of electric current and are called current carriers. In solid conductors, free electrons. In solid conductors, free electrons. In liquids, positive and negative ions. In gases, electrons and positive ions. In semiconductors, electrons and holes. ഇപ്പോൾ കറണ്ട് കൊണ്ടുപോകുന്ന ഈ ചാർജ് പാർട്ടിക്കിൾ അവയെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഈ ക്യാരിയേഴ്സ്, കറണ്ട് ക്യാരിയേഴ്സ് അല്ലെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയും. അപ്പോൾ ഒരു സോൾട്ട് കണക്റ്റിലാണെങ്കിൽ ഇത് ഇലക്ട്രോണാണ്, ഫ്രീ ഇലക്ട്രോണാണ്. ലിക്വിഡിനകത്താണെങ്കിൽ പോസിറ്റീവ് ആ നെഗറ്റീവ് അയൺസാണ്. അയൺസ് എന്ന് വെച്ചാൽ ചാർജ് ആറ്റം. ഗ്യാസിലാണെങ്കിൽ ഇലക്ട്രോൺസും പോസിറ്റീവ് അയൺസുമാണ്. സെമി കണ്ടക്ടേഴ്സിലാണെങ്കിൽ ഈ കറണ്ട് ക്യാരിയേഴ്സ് അല്ലെങ്കിൽ ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ആൻഡ് ഹോൾസ്, ഇലക്ട്രോൺസും ഹോൾസുമാണ്. അപ്പോൾ ഇലക്ട്രോൺസും ഹോൾസും നിങ്ങൾ ഇലക്ട്രോണിക്സിൽ പഠിക്കും. അപ്പോൾ ഈ ചാർജ് അല്ലെങ്കിൽ കറണ്ട് അതിന് റെസ്പോൺസിബിൾ ആകുന്ന വസ്തുക്കൾ ഓരോന്നിലും ഡിഫറൻ്റ് ആണ്. മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ്, ലിക്വിഡ്സിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്, ഗ്യാസസിൽ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ് അയോൺസ്, ഇനി സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. ഇനി അടുത്തത് ഈ റേറ്റ് ഓഫ് ഫ്ലോ, ഈ ചാർജ് rate of flow of charge through any cross section of conductor is called electric current. Current എന്ന് പറഞ്ഞാൽ ചാർജ് പെർ ടൈം ആണ്, ചാർജ് പെർ ടൈം. Rate of flow of charge through any cross section of a conductor is called electric current. It is a scalar quantity and its SI unit is ampere. Ampere the symbol is capital A. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ടൈമാണ്. I is Q/T എന്ന് പറയും. ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്റർ എഴുതാം. Capital I is capital Q/T. Time എപ്പോഴും സ്മോൾ ലെറ്റർ ആണ്. Or small I is small Q/T. In that manner we can write. And you know by quantization of charge Q is Ne. N into electronic charge. Q എന്ന് പറയുന്നത് Ne ആണ്. അപ്പോൾ N ഇലക്ട്രോൺസ് പോവുകയാണെങ്കിൽ ഇലക്ട്രോണിക് ചാർജ് E ആണ്. അപ്പോൾ Q Ne ആയിരിക്കാം. അപ്പോൾ കറണ്ടിനെ നമുക്ക് Q/T എന്ന് എഴുതാം, അല്ലെങ്കിൽ Ne/T എന്നും എഴുതാം. ഇനി കറണ്ട് ഡെൻസിറ്റി ജെ എന്നൊരു ടേം ഉണ്ട്. കറണ്ട് ഡെൻസിറ്റി ജെ, കറണ്ട് ഉണ്ടെങ്കിൽ, ഇലക്ട്രിക് കറണ്ട് ഉണ്ടെങ്കിൽ ഒരു കറണ്ട് ഡെൻസിറ്റി ഉണ്ട്. ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. ഇൻ എ കണ്ടക്ടർ, ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ആംപിയർ മീറ്റർ ഈസ് ടു -2, J ഈസ് I/A. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് പെർ യൂണിറ്റ് ഏരിയയാണ്. ഒരു കണ്ടക്ടറിനകത്തൂടെ ഐ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണെങ്കിൽ ജെ കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു I/A. ഇലക്ട്രിക് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. ഇറ്റ് ഈസ് എ വെക്റ്റർ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംപിയർ മീറ്റർ ഈസ് ടു -2. ദി ഇക്വേഷൻ ഈസ് ജെ, കറണ്ട് ഡെൻസിറ്റി ജെ ഈസ് ഈക്വൽ I/A. ആൻഡ് നൗ വി ഹാവ് ടു സ്റ്റഡി എ ഡെഫിനിഷൻ വിച്ച് ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. Drift velocity, average of the velocities of electrons in a conductor subjected to an electric field. That is it. Average current velocity of free electrons with which they start drifting within the conductor in the direction from lower potential end to higher potential end on applying a PD across a conductor is V drift. That is drift velocity. Average current velocity of free electrons with which they start drifting within the conductor in the direction from lower potential to higher potential end on applying a PD.
across the conductor is Vd. Vd is called drift velocity. Drift velocity, average of the velocities acquired by electrons in a conductor when the conductor is subjected to electric field. And these electrons are traveling from lower potential end to higher potential end in a conductor. അപ്പോൾ ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ആ കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ശരാശരി സ്പീഡ് അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വി ഡി എന്ന് എഴുതും. അതിൻ്റെ ഇക്വേഷൻ വി ഡി എന്നോ വി എന്നോ എഴുതാം. അതിൻ്റെ ഇക്വേഷൻ വി ഡി ഈസ് ഈക്വൽ ഐ ബൈ എൻ ഇ എ ഓർ കറണ്ട് ഈസ് ഗിവൺ ബൈ ഐ ഈസ് ഈക്വൽ ടു എൻ ഇ എ ഇൻറ്റു വി ഡി. Current in a conductor in terms of drift velocity is I is equal to NEA into VD. But drift velocity അടിസ്ഥാനത്തിൽ കറണ്ട് ചോദിച്ചാൽ ഇക്വേഷൻ പറയേണ്ടത് I is equal to NEA into VD എന്നാണ്. It is of the order of 10 raised to minus 5 meter raised to minus 1. Meter second raised to minus 1. But drift velocity വളരെ ചെറിയൊരു സ്പീഡാണ്. അത് 10 raised to minus 5 ആണ്. മീറ്റർ സെക്കൻഡ് raised to minus 1 അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയും. ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. അതുപോലെ അതിൻ്റെ ഓർഡർ, അതിൻ്റെ വാല്യൂ 10 raised to minus 5 എന്ന കണക്കിലാണ്. അടുത്താണ് ഫേമസ് ഓംസ് ലോ. അക്കോർഡിംഗ് ടു ഓംസ് ലോ, കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the potential difference across the two ends provided the physical conditions of the conductor like temperature, mechanical strain, etc. remain unchanged. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻറ്റ് ഇൻ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പി ഡി ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. അങ്ങനെയും പറയും, ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റൻറ്റ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ഊഷ്മാവ് ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കെ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന വൈദ്യുതി ആ കണ്ടക്ടറിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരായ ക്രമത്തിൽ ആനുപാതികമാണ്. Temperature remaining constant, the current flowing through a conductor is directly proportional to the PD between the ends of the conductor. Or physical condition should remain constant. Temperature, etc. should remain constant. So, according to Ohm's law, current flowing through a conductor is directly proportional to the potential difference across the two ends provided physical conditions of the conductor such as temperature, mechanical strain, etc. remain unchanged. That is constant. That is I proportional to V or V proportional to I. In either way we can write. Or V is equal to IR. Ohm's law ഈ വിധത്തിലൊക്കെ എഴുതാം. I proportional to V എന്ന് എഴുതാം, അല്ലെങ്കിൽ V proportional to I എന്ന് പറയാം. V is equal to IR or RI. R is a constant. It is called resistance of the conductor. Where R is a constant of proportionality and is called resistance of a conductor. Hence R is V by I. അപ്പോൾ R is V by I വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാം. ഡെഫിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, യു ലുക്ക് ഹിയർ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദ ഒബ്സ്ട്രക്ഷൻ, തടസ്സം. ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ ദി കണ്ടക്ടർ ടു ദി ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ദി ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ ദി കണ്ടക്ടർ ടു ദി ഫ്ലോ ഓഫ് ചാർജ് ത്രൂ ഇറ്റ്. കണ്ടക്ടറിനകത്തുകൂടി കറണ്ട് പോകുമ്പോൾ കറണ്ടിന് കണ്ടക്ടർ നൽകുന്ന തടസ്സം, കൊടുക്കുന്ന തടസ്സം, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാത്തമാറ്റിക്കൽ ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് across the two ends of the conductor to the current flowing through it. Potential by current, അതാണ് റെസിസ്റ്റൻസ്. R is V by I എന്ന് പറയും. R is V by I. In SI unit, its SI unit is O, represent as omega. ഈ ക്യാപിറ്റൽ ഒമേഗ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് ഓമിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ആർ വി ബൈ ഐ എന്നാണ്, വോൾട്ടേജ് ബൈ പി ഡി ബൈ കറണ്ട് എന്നാണ് യൂണിറ്റ് ഓമായിട്ട് കരുതുക. ഓമാണ് യൂണിറ്റ്. ഇനി ഓമിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. ഓം, if on applying a potential difference of 1 volt across the two ends of a conductor, a current of 1 ampere flows through it, then the resistance of the conductor is said to be 1 ohm. ഒരു കണ്ടക്ടറിന് 1 വോൾട്ട് കൊടുത്താൽ ആ കണ്ടക്ടറിനകത്ത് കൂടി 1 ആംപിയർ കറണ്ട് ഒഴുകുകയാണെങ്കിൽ ആ കണ്ടക്ടർ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന കണ്ടക്ടർ റെസിസ്റ്റൻസ് ആണ് 1 ohm. ഓരോ കണ്ടക്ടറിൽ നമ്മൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്. ആ കണ്ടക്ടറിനകത്ത് 1 ആംപിയർ കറണ്ട് ഒഴുകിയാൽ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ് 1 ohm.
എങ്ങനെയാണ് പറയുന്നത്? If on applying a potential difference of 1 volt across the two ends of a conductor, a current of 1 ampere flows through it, then the resistance of the conductor is said to be 1 ohm. Hence 1 ohm is equal to 1 volt by 1 ampere. 1 ohm is 1 V by 1 ampere. V by A. Ohm is equal to V by A. Volt by ampere. Volt by ampere. Next, there is a term resistivity. Resistivity. You know the factors upon which resistance depends. Resistivity is also known as specific resistance. Resistivity of the material of a conductor is defined as the resistance of unit length and unit area cross section of the conductor. Hence, specific resistance or resistivity is rho is Ra by L. You remember, resistance of a conductor is directly proportional to length and inversely proportional to area. So we can write R proportional to L, R proportional to 1 by A, R is equal to rho into L by A. So rho is Ra by L. Rho is Ra by L. ഒരു കണ്ടക്ടർ റെസിസ്റ്റൻസ് പ്രധാനമായിട്ട് 2 ഫാക്ടേഴ്സ്, ടെമ്പറേച്ചറൊക്കെ ഉണ്ട്, എങ്കിൽ പ്രധാനമായി 2 ഫാക്ടേഴ്സ്, ആർ പ്രൊപ്പോർഷണൽ ടു എൽ, ആർ പ്രൊപ്പോർഷണൽ ടു 1 by A. കമ്പൈൻ ചെയ്യുമ്പോൾ ആർ പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ, ആർ ഇസ് റോ ഇൻറ്റു എൽ ബൈ എ. സോ റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ റെസിസ്റ്റൻസ് റെസിസ്റ്റിവിറ്റി ഉണ്ടെങ്കിൽ വരുന്ന മറ്റ് 2 ടേമുകളാണ് കണ്ടക്റ്റൻസും കണ്ടക്ടിവിറ്റിയും. Conductance and conductivity are different. You remember, conductance and conductivity are different. What is the difference? First one is conductance. Conductance we write as G, capital G. The reciprocal of the resistance of a conductor is called conductance. It is denoted by G. Hence, G is 1 by R. In SI, its SI unit is mho or ohm raised to minus 1 or Siemens. ഈ കണ്ടക്റ്റൻസിൻ്റെ പല യൂണിറ്റാണ്. ഓം റൈസ് ടു മൈനസ് 1 ഉണ്ട്, അത് തിരിച്ചു പറയുമ്പോൾ മോ എന്ന് പറയും, അല്ലെങ്കിൽ സീമൻ എന്ന് പറയും. സീമൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ എസ് ആണ്. സെക്കൻഡ് ആണെങ്കിൽ സ്മോൾ എസ് ആണ് സിമ്പിൾ. സീമൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ എസ് എന്ന് ഓർക്കുക. ഇനി കണ്ടക്ടിവിറ്റി എന്താണ്? കണ്ടക്ടിവിറ്റി സിഗ്മ എന്നാണ് പറയുന്നത്. ദ റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടൻസ് കണ്ടക്ടിവിറ്റി ഡിഫറൻസ് യു അണ്ടർസ്റ്റാൻഡ്. The reciprocal of the resistivity of a material of a conductor is called conductivity. It is denoted by sigma. Hence, sigma is 1 by rho. The SI unit is ohm raised to minus 1, meter raised to minus 1, or ohm raised to minus 1, meter raised to minus 1, or we can say Siemens meter raised to minus 1. Yes, meter raised to minus 1. Ohm raised to minus 1 is Siemens. So, yes, m raised to minus 1. That is the unit of conductivity, reciprocal of resistivity. And with this, the first class on chapter unit 2 is over. We continue our class. Thank you very much.